ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിലെ നമ്മളിതുവരെ പഠിച്ചത് ബേസ് ചെയ്തിട്ട് കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. VSP മോഡുലേഷൻ ഈസ് പ്രിഫേർഡ് ഇൻ TV. ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്. ഇറ്റ് റെഡ്യൂസസ് ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് ടു ഹാഫ്. ദെൻ ഇറ്റ് അവോയ്ഡ്സ് phase distortion at low frequencies. It results in better reception than none of the above. So നമ്മൾ VSB വെസ്റ്റിജിയൽ സൈഡ് ബാൻഡ് മോഡുലേഷൻ നമ്മൾ ടി വിയിലാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചതാണ്. നമ്മൾ ശരിക്കും ഈ VSB എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ SSB പഠിച്ചു. SSBക്കകത്ത് അപ്പോൾ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കുറവാണ്. SSBയുടെ ബാൻഡ് വിഡ്ത്ത് കുറവാണ്. അതിനകത്ത് ഒരു സിംഗിൾ സൈഡ് ബാൻഡ് ഫ്രീക്വൻസിയാണ് അതിനകത്ത് ഡീൽ ചെയ്യുന്നത്. സോ അതിന് കുറച്ച് പ്രാക്ടിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ലോസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് SSBക്കകത്ത്. സോ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഒക്കെ നമുക്ക് ഓവർകം ചെയ്യാം നമ്മൾ VSP മോഡുലേഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ VSP മോഡുലേഷൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വീഡിയോ സിഗ്നൽസ് അല്ലേ, വീഡിയോ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് നമ്മൾ VSP മോഡുലേഷൻ യൂസ് ചെയ്യുന്നത്, വെസ്റ്റിജിയൽ സൈഡ് ബാൻഡ് മോഡുലേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് സൈഡ് ബാൻഡ് ഈസ് ട്രാൻസ്മിറ്റഡ് അലോങ് വിത്ത് ദ വീഡിയോ സിഗ്നൽ. നമ്മളത് പഠിച്ചതാണ്. ഒരു സൈഡ് ബാൻഡിൻ്റെ ഒരു പോർഷനും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വീഡിയോ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ ബാൻഡ് വിഡ്ത്ത് അല്ലേ, റിഡക്ഷൻ ഇൻ ബാൻഡ് വിഡ്ത്ത് കമ്പയർഡ് ടു AM ആൻഡ് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. സോ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. AM-ഉം ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയറുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞത് വളരെ കുറച്ച് മതി. അപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ബാൻഡ് വിഡ്ത്ത് ഉള്ളത് SSBക്ക് തന്നെയാണ്. പക്ഷെ നമ്മൾ വീഡിയോ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ VSP മോഡുലേഷനാണ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് റെഡ്യൂസസ് ദ ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് ടു ഹാഫ് കമ്പയറിങ് ടു AM ആൻഡ് DSPSC. സോ അതാണ് ഇതിനകത്തുനിന്ന് നമുക്ക് ബെറ്റർ ഓപ്ഷനായിട്ട് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ ഡിസഡ്വാൻറ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം, നമുക്ക് SSB ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാൻഡ് വിഡ്ത്ത് VSBക്ക് കൂടുതലാണ്. SSBക്കാണ് ബാൻഡ് വിഡ്ത്ത് ഏറ്റവും കുറവ്. കമ്പയറിങ് ടു AM ആൻഡ് DSPSC ഇവിടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് there can be some reduction in bandwidth for VSP modulation. പക്ഷേ SSB ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടുതൽ വേണം VSBക്ക്. സോ അത് VSBയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. സോ ഇതിനകത്ത് ഓപ്ഷൻ A ആണ്. ഇറ്റ് റെഡ്യൂസസ് ദ ബാൻഡ് വിഡ്ത്ത് റിക്വയർമെൻറ്റ് ടു ഹാഫ്. സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. എ 400 watt കാരിയർ ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വിത്ത് M means modulation index, that is 0.75. What is the total power in AM? അപ്പം ടോട്ടൽ പവർ കണ്ടുപിടിക്കാനുള്ള ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് 0.75. അപ്പോൾ AM-ൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് അറിയാം, 0 മുതൽ 1 വരെയാണ് വേരി ചെയ്യുന്നത്. സോ ഇവിടെ M-ൻ്റെ വാല്യൂ 0.75 ആണ്. M-ൻ്റെ വാല്യൂ തന്നേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ തന്നെ M പെർസെൻറ്റേജിലും തരാം. 50% ഓഫ് മോഡുലേഷൻ അല്ലെങ്കിൽ 100% ഓഫ് മോഡുലേഷൻ, ആ രീതിയിലും ക്വസ്റ്റ്യൻസ് തരാം. സോ നമ്മൾ അതിനെ തിരിച്ച് ആ ഡെസിമൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ അറിയാം. PT ഈസ് ഈക്വൽ ടു PC ഇൻറ്റു 1 + m²/2. അപ്പോൾ ഇതാണ് ടോട്ടൽ പവറിൻ്റെ ഫോമുല. സോ PC ഇവിടെ തന്നിട്ടുണ്ട് 400 വാട്ടാണ്. ദെൻ 1 + m-ൻ്റെ വാല്യൂ 0.75 ആണ്. 0.75² സോ നമുക്ക് ഈ ഒരു വാല്യൂ നമ്മളത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ B ആണ്. ദാറ്റ് ഈസ് 512 വാട്ട്. ഇതായിരിക്കും നമുക്ക്. അപ്പം ഇതിൻ്റെ നമ്മൾ കുറേ ലെവൽ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ടോട്ടൽ പവർ, അതുപോലെ തന്നെ സിംഗിൾ സൈഡ് ബാൻഡ് പവർ, അല്ലെങ്കിൽ അപ്പർ സൈഡ് ബാൻഡ് അല്ലെങ്കിൽ ലോവർ സൈഡ് ബാൻഡ് പവർ, അല്ലെങ്കിൽ കരിയറിനെ മാത്രം സപ്രസ് ചെയ്യുമ്പോൾ ഉള്ള കേസ്, നമ്മളിതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഇത് ടോട്ടൽ പവർ റിലേറ്റ് ചെയ്തിട്ടുള്ള, അപ്പോൾ ആ ഫോമുലാസ് എല്ലാം
സിംഗിൾ പവർ സൈഡ് ബാൻഡിൻ്റെയും ലോവർ സൈഡ് ബാൻഡിൻ്റെയും അതുപോലെ തന്നെ ടോട്ടൽ പവർ, അതുപോലെ തന്നെ ടോട്ടൽ ട്രാൻസ്മിറ്റഡ് കറണ്ട് ഇക്വേഷൻ, അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അത് റിലേറ്റ് ചെയ്ത് പ്രോബ്ലംസ് വരാം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻഡയറക്റ്റ് വേ ഓഫ് FM ജനറേഷൻ? FM ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻഡയറക്റ്റ് മെത്തേഡ്സ്, ഡയറക്റ്റ് മെത്തേഡ്സും ഇൻഡയറക്റ്റ് മെത്തേഡ്സും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡയറക്റ്റ് മെത്തേഡ്സ് ഓഫ് FM ജനറേഷൻ. അപ്പം ഏതൊക്കെയായിരുന്നു ഡയറക്റ്റ് മെത്തേഡ്സ്? റിയാക്റ്റൻസ് മോഡുലേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് FM ജനറേറ്റ് ചെയ്യാം. സോ റിയാക്റ്റൻസ് മോഡുലേറ്റർ. ദെൻ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വരാക്ടർ ഡയോഡ് മോഡുലേഷൻ. സോ ഇതൊക്കെയാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന കോമൺ മെത്തേഡ്സ്, ഡയറക്റ്റ് മെത്തേഡ്സ് ഓഫ് FM ജനറേഷൻ. അപ്പം ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് ജനറേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആംസ്ട്രോങ് മോഡുലേറ്റർ ആണ്. സോ ദിസ് ഈസ് ഇൻഡയറക്റ്റ് മെത്തേഡ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഇൻഡയറക്റ്റ് വേ ഓഫ് FM ജനറേഷൻ? സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആംസ്ട്രോങ് മോഡുലേറ്റർ ആണ്. സോ ആംസ്ട്രോങ് മോഡുലേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് FM ജനറേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് ജനറേഷൻ. ദെൻ അതുപോലെ തന്നെ നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് പർപ്പസിനൊക്കെ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാറില്ല. സോ ഫോർ ബ്രോഡ്കാസ്റ്റിംഗ് purposes direct methods are not used because they are not stable. സോ അത് സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ്സ് അധികം യൂസ് ചെയ്യാറില്ല. ദെൻ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആംസ്ട്രോങ് മെത്തേഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവിടെ ഫ്രീക്വൻസി മോഡുലേഷൻ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഒരു ഫേസ് മോഡുലേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളവിടെ ഒരു FM ജനറേറ്റ് ചെയ്യുന്നത്. സോ അതൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് അന്ന് പഠിച്ചിരുന്നത്, ആംസ്ട്രോങ് മോഡുലേറ്ററിൻ്റെത്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നോക്കുക, ഇതും ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എ കാരിയർ ഈസ് സൈമൾട്ടേനിയസ്ലി മോഡുലേറ്റഡ് ബൈ 2 സൈൻ വേവ്സ് ഹാവിങ് മോഡുലേഷൻ ഇൻഡെക്സ്. സോ 2 മോഡുലേഷൻ ഇൻഡെക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്. M1 0.3, M2 എന്ന് പറയുന്നതും 0.4ഉം 0.3 2 വാല്യൂസ് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ മോഡുലേഷൻ ഇൻഡെക്സ്? അപ്പോൾ ഒന്നിൽ കൂടുതൽ സൈൻ വേവ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ മോഡുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നെറ്റ് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് √M1² പ്ലസ് M2². ഇനി വീണ്ടും മോഡുലേഷൻ ഇൻഡെക്സ് വാല്യൂസ് തരുവാണെങ്കിൽ പ്ലസ് M3² പ്ലസ് എക്സെട്ര. സോ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് 0.4² പ്ലസ് 0.3². സോ ഇത് ചെയ്യുമ്പോൾ ആൻസർ ഇതിനകത്തുനിന്ന് ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഈസ് 0.5. സോ 0.5 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. സോ മോഡുലേഷൻ ഇൻഡെക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഫോർമുല അറിഞ്ഞിരിക്കണം. ദെൻ 5th ക്വസ്റ്റ്യൻ, എ 1000 kHz carrier is simultaneously modulated with 300 Hz, 800 Hz and 2 kHz audio sine waves. സോ നമുക്കൊരു കരിയർ ഫ്രീക്വൻസിയും 3 മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീക്വൻസി ഈസ് ലീസ്റ്റ് ലൈക്ലി ടു ബി പ്രസൻറ്റ് ഇൻ ദ ഔട്ട്പുട്ട്? ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ലീസ്റ്റ് ലൈക്ലി ടു ബി പ്രസൻറ്റ് ഇൻ ദ ഔട്ട്പുട്ട്. സോ ഇവിടെ 3 കരിയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ദ ഫ്രീക്വൻസീസ് പ്രസൻറ്റ് ഇൻ ദ സൈഡ് ബാൻഡ് ഫ്രീക്വൻസീസ് നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ FC ± FM, FC ± 2FM, അതുപോലെ തന്നെ FC ± 3FM. സോ ഇങ്ങനെ ഫ്രീക്വൻസീസ് ആയിരിക്കും. നമുക്കൊരു ഒരു കരിയർ ഫ്രീക്വൻസിയുടെ കൂടെ ഒരു ± വാല്യൂ അവിടെ നമുക്ക് കാണാൻ പറ്റും സൈഡ് ബാൻഡ്സിൽ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 1002, 999.2, 998.4.0 kHz. സോ ഇതൊക്കെ നമ്മൾ ആ ഒരു സൈഡ് ബാൻഡ് ഫ്രീക്വൻസീസ് വെച്ചിട്ട് നമ്മൾ കിട്ടുന്ന വാല്യൂസ് ആണ്. ഇതെന്ന് പറയുന്നത് കാരിയർ ഫ്രീക്വൻസീസ് ആണ്. സോ ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കാരിയർ ഫ്രീക്വൻസി 1000 kHz.
അപ്പോൾ അതായിരിക്കും ലീസ്റ്റ് ലൈക്ലി ടു ബി പ്രസൻറ്റ് ഇൻ ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ആ ഒരു ഡിഫറൻസ് വെച്ചിട്ടുള്ള വാല്യൂസ് ആണ്. സോ അതുകൊണ്ട് ഇതിനകത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് 1000 kHz ആണ്. സോ നെക്സ്റ്റ് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്. നമ്മൾ ഈ FSK, ASK, PSK ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ഉപയോഗിക്കുന്നത് ടെലിഗ്രാഫി, ടെലിഫോണി, അതിനകത്ത് ഓപ്ഷൻ ടെലിഗ്രാഫിയാണ്. ടെലിമെട്രി സിസ്റ്റം അതുപോലുള്ളിടത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് മെത്തേഡാണ്. സോ ഇത് അറിഞ്ഞിരിക്കണം. അത് FSKയുടെ ഒരു ആപ്ലിക്കേഷനായിട്ട്. സോ ASK, FSK, PSK അതുപോലെ തന്നെ നമ്മൾ BPSK, QPSK അതെല്ലാം പഠിച്ചതാണ്. സോ അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസും അപ്പോൾ അതിനകത്ത് ഉള്ള എറർ പ്രോബബിലിറ്റി അതെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. അതിൻ്റെ കമ്പാരിസൺ എല്ലാം അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസും. സോ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെലിഗ്രാഫിയിലാണ്. നെക്സ്റ്റ്, സോ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് FM വേവ് ഈസ് കോൺസ്റ്റൻറ്റ്. സോ AM-ൻ്റെയും FM-ൻ്റെയും കുറേ ഫീച്ചേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ നമുക്ക് കമ്പാരിസൺ ഓഫ് AM ആൻഡ് FM അങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട്. അപ്പം AM FM തമ്മിലുള്ള കമ്പാരിസൺസ്, AM എവിടെയാണ് യൂസ് ചെയ്യുന്നത്, AM-ൻ്റെ ഡിപ്പെൻഡൻസ് ഓൺ മോഡുലേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ടു നോയ്സ്. അപ്പം AM FM തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഈ കൊടുത്തേക്കുന്ന 4 പോയിന്റ്സ്. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ആൻ FM വേവ് ഈസ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അത് കറക്റ്റ് ആൻസർ ആണോ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് FM വേവ്. സോ നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷൻ എന്താണെന്ന് നമുക്കറിയാം. ഫ്രീക്വൻസി മോഡുലേഷനകത്ത് എന്തായിരിക്കും? ഫ്രീക്വൻസിയാണ് അല്ലെ, കരിയറിൻ്റെ ഫ്രീക്വൻസിയാണ് ചേഞ്ച് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. സോ അവിടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ FM വേവ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ അത് കറക്റ്റാണ്. ദെൻ FM ഈസ് മോർ ഇമ്മ്യൂൺ ടു നോയ്സ്. അതും കറക്റ്റാണ്. ഇമ്മ്യൂൺ ടു നോയ്സ് ആണ്. FM-നാണ് നോയ്സ് ഇമ്മ്യൂണിറ്റി കൂടുതൽ, AM-നകത്ത് നോയ്സ് കൂടുതലാണ്. അപ്പോൾ അത് ലെസ് ഇമ്മ്യൂൺ ആണ്. Then FM broadcast operate at upper very high frequency and frequency of operation കറക്റ്റാണ്. FM-ൻ്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി VHF to UHF ഫ്രീക്വൻസി റേഞ്ചസ് ആണ്. സോ നമ്മൾ ആ ഒരു കമ്പാരിസൺ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ചസും കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. ഒരു ടേബിൾ പോലെ അത് ഞാനതൊരു ലെക്ചറിൽ എടുത്തു തരാം. സോ അതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ദെൻ മൈക്രോവേവ് ഫ്രീക്വൻസീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ FM AM ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസീസ് ഏതൊക്കെയാണ്. സോ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ശരിയാണ്. FM ബ്രോഡ്കാസ്റ്റ് ഓപ്പറേറ്റ് ഇൻ അപ്പർ VHF ആൻഡ് UHF ഫ്രീക്വൻസി റേഞ്ചസ്. ദെൻ നാലാമത്തെ ഓപ്ഷൻ നോക്കുക. FM ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിംഗ് എക്യുപ്മെൻറ്റ്സ് ആർ സിംപ്ലർ ആസ് കമ്പയർഡ് ടു AM ട്രാൻസ്മിറ്റിംഗ് ആൻഡ് അത് റോങ് ആണ്. ഇതിൻ്റെ FM-ൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. FM ട്രാൻസ്മിറ്റിംഗ് ആൻഡ് റിസീവിങ് എക്യുപ്മെൻറ്റ്സ് ആർ കോംപ്ലെക്സ്. ഇവിടെ സിംപ്ലർ എന്നല്ല വരേണ്ടത്, കോംപ്ലെക്സ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ശരിയായിട്ടുള്ളൊരു ഓപ്ഷനാണ്. സോ ഇത് റോങ് ഓപ്ഷനാണ്. ഇത് ഒരു ട്രൂ ഓപ്ഷൻ അല്ല. സോ നമുക്ക് പറയാം ഫസ്റ്റ് 3 ഓപ്ഷൻസ് ആണ് കറക്റ്റ് എന്നുള്ളത്. സോ ഇതിനകത്ത് ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. 1, 2, 3 ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the standard intermediate frequency used in AM receiver? So AM receiver, FM receiver നമ്മൾ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ പഠിച്ചതാണ്. സോ നമുക്ക് ഒരു AM റിസീവർ അല്ലെങ്കിൽ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്തൊരു RF ആംപ്ലിഫയർ ഉണ്ട്. ദെൻ RF ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നേരെ പോകുന്നത് ഒരു മിക്സറിലേക്കാണ്. മിക്സറിനെ നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ഒരു ലോക്കൽ ഓസിലേറ്ററിലേക്കാണ്. സോ ഇവിടെ കിട്ടുന്ന ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്കൊരു 455 kHz ആണ് AM റിസീവറിൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്ന അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതിനെയാണ് പിന്നെ നമ്മളൊരു IF ആംപ്ലിഫയർ ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നൊരു സ്റ്റേജാണ് IF ആംപ്ലിഫയർ, ദെൻ ഡിറ്റക്ടർ, ദെൻ ലൗഡ് സ്പീക്കർ. സോ ഡിമോഡുലേഷൻ സ്റ്റേജ് ആണ് പിന്നെ വരുന്നത്. സോ ഇങ്ങനൊരു സ്റ്റേജ്, ഇപ്പോൾ ഒരു മിക്സർ സർക്യൂട്ട് അല്ലേ, അതിനകത്ത് നമ്മൾ കൊടുക്കുന്നത് ഒരു RF ആംപ്ലിഫയർ ആണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ AM വേവ്. നമ്മുടെ AM വേവിനെ നമ്മൾ ആദ്യം ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലോട്ട് കൺവേർട്ട്. ഇപ്പോൾ ഇതൊരു ഫ്രീക്വൻസി കൺവേർട്ടിംഗ് സ്റ്റേജ് ആണ്. ഇതൊരു
ഫ്രീക്വൻസി കൺവേർട്ടിംഗ് സ്റ്റേജ് ആണ്. ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 455 kHz ആണ് AM റിസീവറിൻ്റെ കേസിൽ. സോ നമ്മൾ FM-ൻ്റെ കേസിൽ, ബ്രോഡ്കാസ്റ്റിംഗ് കേസിൽ നമ്മൾ 10.7 MHz ആണ് IF ആയിട്ട് പഠിക്കുന്നത്. സോ ഇവിടുത്തെ ആ ഓപ്ഷൻ എന്ന് പറയുന്നത് 455 kHz നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. സോ ഇതാണ് ഓപ്ഷൻ. നെക്സ്റ്റ്, in the TV receivers, the device used for tuning the receiver to the incoming signal. So നമ്മൾ ട്യൂണിങ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ പാസ് ഫിൽറ്റർ, സെനർ ഡയോഡ്, ഹൈ പാസ് ഫിൽറ്റർ, വരാക്ടർ ഡയോഡ്. സോ വരാക്ടർ ഡയോഡ് മീൻസ് നമ്മൾ വേരിയബിൾ കപ്പാസിറ്റർ ഡയോഡ് എന്ന് പറയും. വേരിയബിൾ അല്ലെങ്കിൽ വേരി ക്യാപ്പ് ഡയോഡ് എന്നൊക്കെ പറയും വരാക്ടർ. സോ വേരിയബിൾ കപ്പാസിറ്റർ ഡയോഡ്, ഇതാണ് നമ്മൾ ടി വി റിസീവേഴ്സിൽ ട്യൂണിങ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ വേരി ക്യാപ്പ് ഡയോഡ് അല്ലെങ്കിൽ വേരിയബിൾ കപ്പാസിറ്റി ഡയോഡ് എന്ന് പറയുന്നത് നമ്മൾ റിവേഴ്സ് പാസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ അല്ലെങ്കിൽ ആ ഒരു ഡയോഡിൻ്റെ വിഡ്ത്ത് കൂടും, ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടും. ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടുന്നതനുസരിച്ച് സോ കപ്പാസിറ്റൻസ് വാല്യൂ കുറയും. സോ റിവേഴ്സ് ബയാസിങ് കൂടുന്നതനുസരിച്ച് കപ്പാസിറ്റൻസ് വാല്യൂ കുറയുന്നു. ആ ഒരു പ്രിൻസിപ്പിളാണ് ശരിക്കും വേരി ക്യാപ്പ് ഡയോഡ്സിനകത്ത് യൂസ് ചെയ്യുന്നത്. സോ ട്യൂണിങ് പർപ്പസിനാണ് നമ്മൾ ശരിക്കും അത് യൂസ് ചെയ്യുന്നത്. Then next question, the modulation technique that uses the minimum channel bandwidth and the transmitted power. സോ ബാൻഡ്വിഡ്ത്ത് ഏറ്റവും കുറവുള്ളത് നമുക്ക് FM കേസും എല്ലാം നമ്മൾ പഠിച്ചതാണ്. FM, DSPSC, ESB, SSB, അതുപോലെ ട്രാൻസ്മിറ്റഡ് പവർ ഇക്വേഷൻസും നമ്മളെല്ലാത്തിനകത്തും കണ്ടതാണ്, പവർ ഇക്വേഷൻസ്. സോ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം AM, DSPSC, FM ഇതിൻ്റെയൊക്കെ ബാൻഡ്വിഡ്ത്ത് FM AM-നെക്കാട്ടി കുറവാണ്. നമ്മൾ പക്ഷേ ഇവിടെ ഒരു ഡൗട്ട് വരുന്നത് VSBയും SSBയും തമ്മിലാണ്, സിംഗിൾ സൈഡ് ബാൻഡ് VSB. സോ VSBയെക്കാട്ടി കുറച്ചും കൂടി ബാൻഡ്വിഡ്ത്ത് കൂടുതലാണ് VSBക്ക്. ഇപ്പോൾ ഇവിടെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് SSB ആണ്. സോ പവറിൻ്റെ ടേംസിലും അതുപോലെ തന്നെ ബാൻഡ്വിഡ്ത്തിൻ്റെ ടേംസിലും ലീസ്റ്റ് വാല്യൂ ഉള്ളത് SSBക്കാണ്. സിംഗിൾ സൈഡ് ബാൻഡ് മോഡുലേഷനാണ് നമുക്ക് ആൻസർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ ബാൻഡ്വിഡ്ത്ത് occupied by DSP signal when modulating frequency lies in the range 100 Hz to 10 kHz. അപ്പോൾ ഇവിടെ ഒരു FM-ൻ്റെ ഒരു റേഞ്ച് തന്നിട്ടുണ്ട്. സോ നമുക്ക് 10 kHz, 10 kHz മീൻസ് 10 ഇത്രയും ഹെഡ്സ് ആണ്. ദെൻ ഇവിടെ നമുക്ക് അടുത്ത ലോവർ റേഞ്ച് തന്നേക്കുന്നത് 100 Hz ആണ്. സോ നമ്മളിവിടെ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് FM-ൻ്റെ ആ ഒരു റേഞ്ചിനുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഇവിടെ നമുക്ക് 909 ഇതായിരിക്കും, ഇത്രയും ഹെഡ്സ് ആയിരിക്കും നമുക്ക് FM-ൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ദെൻ DSPSC സിഗ്നലിൻ്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് സെയിം ആണ്. സോ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് സെയിം ദാറ്റ് ഈസ് 2FM. സോ 2FM ഇവിടെ കണ്ടുപിടിച്ചാൽ മതി. 2 ഇൻറ്റു FM-ൻ്റെ വാല്യൂ 9900 ഹെഡ്സ് വിച്ച് ഈസ് ഈക്വൽ ടു 19800 ഹെഡ്സ്. സോ ഇതിനെ നമുക്ക് 19.8 kHz എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പം DSPSCയുടെ ബാൻഡ്വിഡ്ത്ത് കണ്ടുപിടിക്കുന്ന ഫോർമുല AM-ന് യൂസ് ചെയ്യുന്ന അതേ ഫോർമുല തന്നെയാണ്, ദാറ്റ് ഈസ് 2FM. 2FM നമ്മൾ ആ സ്പെക്ട്രം ഒക്കെ പഠിച്ചതാണ്. അപ്പം ഇത് FC മൈനസ് FM, ഇത് FC പ്ലസ് FM. അപ്പം AM-ൻ്റെ കേസിൽ ഇവിടെ സപ്രസ്ഡ് ക്യാരിയർ മീൻസ് സോ ഈ ഒരു ഡിഫറൻസ്, സോ ഇത് എത്ര വരും? 2FM വരും. സോ 2FM ആണ് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. So next question, calculate the power in one of the sideband in SSBSC modulation when carrier power is 124 watt and there is 80% modulation depth in the amplitude modulation signal. അപ്പോൾ ഇവിടെ നമ്മൾ കരിയർ പവർ തന്നിട്ടുണ്ട്. കരിയർ പവർ 124 വാട്ട് ആണ്. അതുപോലെ തന്നെ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ 0.8 ആണ്. 80%. ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നുകിൽ അത് 0.8 അല്ലെങ്കിൽ 0.1 ആ രീതിയിൽ തരാം, അതല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് മോഡുലേഷൻ ഇൻഡെക്സ് ആ രീതിയിൽ 80% മോഡുലേഷൻ ഡെപ്ത് എന്ന് പറഞ്ഞ് M-ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 1 സൈഡ് ബാൻഡ് ഓഫ് SSBSC പവറാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഒരു സിംഗിൾ സൈഡ് ബാൻഡ് പവർ അല്ലെങ്കിൽ സൈഡ് ബാൻഡ് പവർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, PT അല്ലെങ്കിൽ P = M ×
ടോട്ടൽ പവറാണ് പി സി ഇൻറ്റു 1 + m²/2. സൈഡ് ബാൻഡ് പവർ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് m² PC/4 ഈ ഫോമുല യൂസ് ചെയ്താൽ മതി. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, m² PC/4. സോ ഇതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എമ്മിൻ്റെ വാല്യൂ 0.8, പി സി തന്നിട്ടുണ്ട്, /4 ചെയ്യുക. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 79.36 ഈ വാല്യൂ കിട്ടും. സോ ഇതാണ് യൂസ് ചെയ്യേണ്ട ഫോമുല. പി സി എമ്മിൻ്റെ വാല്യൂസ് എല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ആ ഫോർമുല അറിഞ്ഞിരിക്കുക. പവർ റിലേറ്റഡ് ആയിട്ട് സൈഡ് ബാൻഡ്, സിംഗിൾ സൈഡ് ബാൻഡ് അല്ലെങ്കിൽ ഡബിൾ സൈഡ് ബാൻഡ്, ടോട്ടൽ പവർ, അതെല്ലാം നമ്മൾ പഠിച്ചു വെച്ചേക്കണം. Then next question, what is the carrier frequency in an AM wave when its highest frequency component is 850 Hz and bandwidth of the signal is 50 Hz? ഇവിടെ carrier frequency ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ബാൻഡ്വിഡ്ത്ത് തന്നിട്ടുണ്ട് 50, അതേപോലെ തന്നെ ഹയസ്റ്റ് അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി, അപ്പർ സൈഡ് ബാൻഡിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 850 ആണ്. സോ നമുക്ക് ലോവർ സൈഡ് ബാൻഡിൻ്റെ ആ ഫ്രീക്വൻസി വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അത് ഈ അപ്പർ സൈഡ് ബാൻഡിൽ നിന്നും, കാരണം അപ്പർ സൈഡ് ബാൻഡ് മൈനസ് ലോവർ സൈഡ് ബാൻഡാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ലോവർ സൈഡ് ബാൻഡ് കിട്ടാൻ അപ്പർ സൈഡ് ബാൻഡിൽ നിന്ന് ബാൻഡ് വിഡ്ത്ത് അങ്ങ് കുറച്ചാൽ മതി. സോ നമുക്ക് 800 എന്ന് കിട്ടും. സോ 800 ഹെർട്സ് ആണ് ലോവർ സൈഡ് ബാൻഡിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അപ്പർ സൈഡ് ബാൻഡിൻ്റെയും ലോവർ സൈഡ് ബാൻഡിൻ്റെയും ലോവർ സൈഡ് ബാൻഡിൻ്റെയും ഫ്രീക്വൻസീസ് അറിയാമെങ്കിൽ ഒരെണ്ണം, ഒന്ന് 800ഉം അടുത്തത് 850 ആണെങ്കിൽ നമുക്ക് ആ ഒരു മിഡിൽ ലെയർ അല്ലെങ്കിൽ കരിയർ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിൻ്റെ ഒരു ആവറേജ് വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് ഈസ് 800 + 850/2 ചെയ്താൽ മതി. സോ നമുക്ക് ആൻസർ കിട്ടും. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, ബിറ്റ്വീൻ 800 and 850. സോ ഈ ഓപ്ഷൻ നോക്കിയാൽ തന്നെ അറിയാം, അപ്പർ ലോവറും അറിയാമെങ്കിൽ കരിയർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ബാക്കി എല്ലാ ഓപ്ഷൻസും ഓഡ് 1 ആണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 825 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഈസ് നോയ്സ് ഫിഗർ ഓഫ് മെറിറ്റ് ഇൻ SSB മോഡുലേറ്റഡ് സിഗ്നൽ. നമ്മൾ നോയ്സ് ഫിഗർ ഓഫ് മെറിറ്റ് നമ്മൾ SSBയുടെയും DSBSCയുടെയും AM-ൻ്റെ എല്ലാം പഠിച്ചതാണ്. SSBയുടെയും കേസിൽ, അതുപോലെ തന്നെ DSBSCയുടെയും കേസിൽ നമുക്കറിയാം നോയ്സ് ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ 1 ആണ്. കാരണം SSBയുടെയും DSBSCയുടെയും കേസിലൊക്കെ ഫിഗർ ഓഫ് മെറിറ്റിൻ്റെ വാല്യൂ 1 ആണ്. നമ്മൾ AM-ൻ്റെ കേസിലാണ് ഇത് <1 ആയിട്ട് പഠിച്ചിട്ടുള്ളത്. AM-ൻ്റെ കേസിൽ അത് <1 ആണ്. പക്ഷേ SSBയുടെയും DSBSCയുടെയൊക്കെ കേസിൽ അതിൻ്റെ വാല്യൂ 1 ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ലോ ലെവൽ മോഡുലേഷൻ ദ ആംപ്ലിഫയർ യൂസ്ഡ് ഈസ്. സോ നമ്മൾ ലോ ലെവൽ മോഡുലേഷൻ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ ഏതാണെന്നാണ്. ലോ ലെവൽ ഹൈ ലെവൽ മോഡുലേഷൻസ് ഒക്കെ നമ്മൾ ഡീൽ ചെയ്തതാണ്. സോ ക്ലാസ് എ, ക്ലാസ് എ ആൻഡ് സി, നൺ ഓഫ് ദി വേ. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്ലാസ് എ ആണ് നമ്മൾ ലോ ലെവൽ മോഡുലേഷൻ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് ട്രാൻസ്മിറ്റഡ് പവർ വെൻ ദ മോഡുലേഷൻ ഇൻഡെക്സ് ചേഞ്ചസ് ഫ്രം 0 to 1? മോഡുലേഷൻ ഇൻഡെക്സ് 0യിൽ നിന്ന് 1ലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് ട്രാൻസ്മിറ്റഡ് പവർ? സോ ട്രാൻസ്മിറ്റഡ് പവറിനുണ്ടാവുന്ന, സോ നമുക്ക് ടോട്ടൽ ഇക്വേഷൻ അറിയാം, PT = PC × 1 + m²/2 ആണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഓപ്ഷൻ, സോ വെൻ m = 0 വാട്ട് ഈസ് ദ പവർ? സോ ഞാൻ ആ പവറിനെ PT1 എന്ന് വിളിക്കുവാണ്. സോ m 0 കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂ ഇത് 0 ആയി പോവും. സോ ആൻസർ PC എന്ന് കിട്ടും. ദെൻ m 1 ആകുമ്പോൾ അന്നേരമുള്ള ട്രാൻസ്മിറ്റഡ് പവർ PT2 എന്ന് പറയുവാണ്. m 1 കൊടുക്കുമ്പോൾ 1/2, 1 + 1/2 ദാറ്റ് ഈസ് 3/2 PC, അല്ലെങ്കിൽ നമുക്ക് 1.5 PC എന്ന് പറയാം. സോ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് 1.5 PC. സോ നമുക്ക് ആ ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് ട്രാൻസ്മിറ്റഡ് പവർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഹയർ വാല്യൂ, ഫൈനൽ വാല്യൂ ദാറ്റ് ഈസ് 1.5 PC മൈനസ് ഇനിഷ്യൽ വാല്യൂ ദാറ്റ് ഈസ് PC
ബൈ ദ ഇനിഷ്യൽ വാല്യൂ. ഇത് ചെയ്താൽ നമുക്ക് ആ ചേഞ്ച് കിട്ടും. സോ 1.5 PC മൈനസ് PC ബൈ PC. സോ ഇതിൻ്റെ ആൻസർ 0.5 PC ബൈ 0.5, ദാറ്റ് ഈസ് 0.5 ആണ് നമുക്കിവിടെ കിട്ടുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. 0.5 മീൻസ് ആൻസർ ഈസ് 50%. സോ ഇതാണ്, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മോഡുലേഷൻ ഇൻഡെക്സ് 0ൽ നിന്ന് 1ലേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ പവർ. സോ നമ്മൾ ഓപ്ഷൻ നോക്കി ആൻസർ ചെയ്യണം. 50% ആൻസർ. സോ ചേഞ്ച് ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ നമ്മൾ ആ ചേഞ്ച് മെഷർ ചെയ്യുക. ഫൈനൽ മൈനസ് ഇനിഷ്യൽ ബൈ ഇനിഷ്യൽ വാല്യൂ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ ചേഞ്ച് മെഷർ ചെയ്യാൻ പറ്റും. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 50% ആണ്. ദെൻ ദ ബാൻഡ് വിഡ്ത്ത് റിക്വയർഡ് ഇൻ SSBSC സിഗ്നൽ FM മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ആണെങ്കിൽ എന്താണ് ബാൻഡ് വിഡ്ത്ത് എന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും ലോവസ്റ്റ് ബാൻഡ് വിഡ്ത്ത് തരുന്നതാണ്. സോ ആൻസർ FM തന്നെയാണ്. 2 FM ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് AM-ൻ്റെ കേസിലാണ്. സോ FM എന്ന് പറയുന്നതാണ് SSBയുടെ ബാൻഡ് വിഡ്ത്ത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18, ദാറ്റ് ഈസ് സ്ക്വയർ ലോ മോഡുലേറ്റേഴ്സ്. സോ സ്ക്വയർ ലോ മോഡുലേറ്റേഴ്സിൻ്റെ ഫീച്ചേഴ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. സോ നമ്മൾ AM മോഡുലേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ് ഈ സ്ക്വയർ ലോ മോഡുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 18, ദാറ്റ് ഈസ് അതിൻ്റെ ഫീച്ചർ. ഫസ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ AM മോഡുലേഷനാണ് യൂസ് ചെയ്യുന്നത്, ശരിയാണ്. അതുപോലെ തന്നെ ഇറ്റ് ഹാവ് നോൺ ലീനിയർ കറണ്ട് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ്. സ്ക്വയർ ലോ മോഡുലേഷൻ പേരിനകത്ത് തന്നെ ഉണ്ട്. സ്ക്വയർ മീൻസ് ഒരിക്കലും അത് ലീനിയർ ആവില്ല. സോ നോൺ ലീനിയർ കറണ്ട് വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് തരുന്ന മോഡുലേറ്റർ ആണ്. അതുപോലെ തന്നെ AM മോഡുലേഷൻ യൂസ് ചെയ്യുന്നതുമാണ്. സോ അതുകൊണ്ട് നമ്മുടെ ആൻസർ എയും ബിയും ശരിയാണ്. സോ ബോത്ത് A ആൻഡ് B ആണ് കറക്റ്റ് ആൻസർ. സോ ഇറ്റ് ഹാസ് നോൺ ലീനിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. സോ അത് രണ്ടുമാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. സോ A ആൻഡ് B ഈസ് ദ കറക്റ്റ് ആൻസർ. ദെൻ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 19ലേക്ക് പോവാം. സ്ക്വയർ ലോ മോഡുലേറ്റർ, എൻവലപ്പ് ഡിറ്റക്ടർ, PLL ഡിറ്റക്ടർ, നമ്മൾ AM മോഡുലേഷൻ ടെക്നിക്കിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് ആണ്? സോ നമുക്ക് എല്ലാ മെത്തേഡ്സും പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. FM ജനറേഷൻ, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, AM ജനറേഷൻ, AM ഡിമോഡുലേഷൻ. സോ അത് ക്ലിയർ ആക്കി പഠിക്കണം. AM ഡിമോഡുലേഷൻ ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇവിടെ സ്ക്വയർ ലോ ഡിമോഡുലേറ്റർ നമ്മൾ ഡിമോഡുലേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. സ്ക്വയർ ലോ മെത്തേഡ് ഡിമോഡുലേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ദെൻ എൻവലപ്പ് ഡിറ്റക്ടർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ PLL യൂസ് ചെയ്യാറില്ല. സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും ശരിയാണ്, വിച്ച് മീൻസ് ഓപ്ഷൻ D is the correct answer. Both A and B are correct. സ്ക്വയർ ലോ മോഡുലേറ്ററും എൻവലപ്പ് ഡിറ്റക്ടറും നമ്മൾ AM ഡിമോഡുലേഷൻ ടെക്നിക്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിംഗ് മോഡുലേറ്റർ. റിംഗ് മോഡുലേറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റിംഗ് മോഡുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ സൈഡ് ബാൻഡ് പഠിച്ചതാണ്. ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയേഴ്സിന് യൂസ് ചെയ്യുന്നതാണ്. ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ജനറേഷന് യൂസ് ചെയ്യുന്നതാണ് റിംഗ് മോഡുലേറ്റർ. അതുപോലെ തന്നെ അതും ഒരു പ്രോഡക്റ്റ് മോഡുലേറ്റർ ആണ്. അപ്പോൾ അതിന് റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 4 ഡയോഡ്സ് കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ടാണ് അതിന് റിംഗ് സ്ട്രക്ചർ വന്നിരിക്കുന്നത്. സോ ഈ ഓപ്ഷൻസ് എല്ലാം ശരിയാണ്. സോ ആൻസർ ഈസ് D, ദാറ്റ് ഈസ് ഓൾ ഓഫ് ദ എബോവ്. സോ SSB ജനറേഷൻ, DSB ജനറേഷൻ, AM FM ജനറേഷൻ. അപ്പോൾ ഓരോ ജനറേഷൻ മെത്തേഡ്സും അതിൻ്റെ ഡിറ്റക്ഷൻ മെത്തേഡ്സും നമുക്ക് അറിഞ്ഞിരിക്കണം. സോ അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാം. അപ്പം ഓപ്ഷൻസ് തന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഓപ്ഷൻസ് തരാം. ഇൻഡയറക്റ്റ് FM ഏതൊക്കെയാണ്, ഡയറക്റ്റ് FM ഏതൊക്കെയാണ്. സോ ആ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. സോ ഓരോ മെത്തേഡ്സിൻ്റെയും ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സും അതിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കമ്പാരിസൺ, അപ്പോൾ അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു വെക്കണം. കൺഫ്യൂഷൻസ് ഉണ്ടാവരുത്. സോ നമുക്ക് ഇത്രയും വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തത്, മൈക്രോവേവുമായിട്ട്, റഡാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതുപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ബാക്കി അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.